ഹലോ ഫ്രണ്ട്സ്, എ ഡേ ഫോർ എവരി വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് വിത്തുകൾ സീഡ്സും പിന്നെ ഫ്ലവേഴ്സിൻ്റെ വിത്തുകളൊക്കെ ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്, എഫോർഡബിൾ ഓർഗാനിക് സ്റ്റോറിൽ നിന്ന്. അപ്പോൾ അവരുടെ പാക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറച്ച് പ്ലാന്റ്സൊക്കെ അവരുടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് ആ ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പ്ലാന്റ്സ് വളരെ ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും അത് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വിത്ത് ഇനി എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. എഫോർഡബിൾ ഓർഗാനിക് സ്റ്റോർ എന്നാണ് ഇതിൻ്റെ പേര്, ഈ ആപ്പിൻ്റെ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അതിൽ ബില്ലൊക്കെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കൈപ്പക്കയുടെ വിത്താണ്, ബിറ്റർ ഗാർഡ്. പിന്നെ കോസ്മോസിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മാരിഗോൾഡിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ റിഡ്ജ് ഗാർഡ്, നമ്മുടെ പീച്ചിങ്ങ നല്ല രസമാണ്, അത് കറി വയ്ക്കാൻ, പരിപ്പിട്ട് കറി വയ്ക്കാനൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ടിണ്ട എന്ന് പറഞ്ഞിട്ടൊരു പച്ചക്കറി ഉണ്ട്. അത് നോർത്ത് ഇന്ത്യയിലാണ് അതിനെ ടിണ്ട എന്ന് പറയുന്നത്. ഇവിടെ നാട്ടിൽ ആ പച്ചക്കറി അവൈലബിൾ അല്ല. ആ കണ്ടു കഴിഞ്ഞാൽ പച്ച തക്കാളിയുടെ പോലെയാണ് അതിരിക്കുക. അപ്പം അതിൻ്റെ വിത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ ടിത്തോണിയ സീഡ്സാണ്, നമ്മുടെ സൂര്യകാന്തിയുടെ സീഡാണ്. സൂര്യകാന്തി അല്ല, മിനിയേച്ചർ സൂര്യകാന്തിയില്ലേ, നമ്മുടെ ഓറഞ്ച് കളറിലുള്ളത്, അതാണ് അത് ഉള്ളത്. പിന്നെ പാക്കിംഗ് ഒക്കെ ഇവരുടെ നല്ല സൂപ്പറാണ്. ഇതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിലും ഞാൻ അവരുടെ ആഡ് കണ്ടത്. അവരുടെ നല്ല പാക്കിംഗ് ആണ്, നല്ല പെർഫെക്റ്റ് പാക്കിംഗ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവർ തന്നിട്ടുള്ളത് എന്നുള്ളത്. വൃത്തിക്ക് തന്നിട്ടുണ്ടെല്ലാം. ഇത് മാരിഗോൾഡിൻ്റെ പാക്കറ്റാണ്. മാരിഗോൾഡ് ഇത്രയ്ക്ക് സീഡുണ്ട്, ഇത്രയ്ക്ക് സീഡാണ് ഉള്ളത്. നോക്കാം എന്താണ് കളറ് എന്നുള്ളത്, അതൊക്കെ ഒന്ന് പാകി നോക്കണം എന്താണ് എന്നുള്ളത്. ഇത് മാരിഗോൾഡാണ്. പിന്നെ ഇത് കോസ്മോസാണ്. കോസ്മോസും സ്റ്റേപ്ലറൊക്കെ ഒട്ടിച്ച കാരണം എടുക്കാൻ കുറച്ച് പാടാണ്, എന്നാലും പാക്കിങ് നല്ലതാണ്. ഇത് കോസ്മോസിൻ്റെ വിത്ത്, കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ചെടികളൊക്കെ കിട്ടും. പിന്നെ അതിൽ നിന്ന് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് മുളച്ച് വരണം, അതാണ്. മുളയ്ക്കുമെന്ന് വിചാരിക്കണു ഞാൻ. പിന്നെ ഇത് വന്നിട്ട് റിഡ്ജ് ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീച്ചിങ്ങയാണ്. പീച്ചിങ്ങയുടെ വിത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വിത്ത് ഒരു 5 വിത്തോളം ഉണ്ട്. അത് പടർത്തി കൊടുക്കേണ്ടതാണ്. പണ്ട് നമ്മുടെ നാടുകളിൽ ഇത് കാണാറുള്ളതാണ്, ഈ പീച്ചിങ്ങയൊക്കെ. ഇപ്പൊന്നും കാണുന്നില്ല എന്ന് മാത്രം. ഇത് നമ്മുടെ ടിൻഡയാണ്. ഇതാണ് ടിൻഡയുടെ സീഡ്. 4 സീഡ് തന്നിട്ടുള്ളൂ. ഇത് മുളച്ച് നന്നായി നമ്മുടെ നാട്ടിൽ വന്നാൽ ഒരു ചപ്പാത്തിക്കൊക്കെ കറിക്ക് നല്ല രസമാണത്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പച്ച തക്കാളി പോലെ ഇരിക്കും, പക്ഷേ തക്കാളിയുടെ പോലെ അത്ര കുറച്ച് ഹാർഡാണ് ആ വെജിറ്റബിൾ. തക്കാളി കുറച്ച് സോഫ്റ്റ് അല്ലേ, ഇത് കുറച്ച് ഹാർഡാണ്. മുറിക്കുമ്പോൾ നമ്മുടെ ചൊരക്കയുടെയൊക്കെ പോലെ ഇരിക്കും. ചൊരക്ക അത് കണ്ടിട്ടില്ലേ? ഇത് നമ്മുടെ കൈപ്പക്കയാണ്, ബിറ്റർ ഗാർഡ്. അപ്പോൾ സാധാരണ നമ്മൾ കുരുവൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് നോക്കും. ഇത് ഞാൻ നോക്കട്ടെ വെള്ളത്തിലൊക്കെ ഇടണോ എന്ന്. പൊന്തി കിടക്കണതാണെങ്കിൽ അത് നല്ലതല്ല. കുരു വെള്ളത്തിലിട്ടിട്ട് താഴ്ന്നു പോവുകയാണെങ്കിൽ നല്ല വിത്ത് എന്നൊക്കെ നമ്മൾ പണ്ട് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. സാധാരണ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വിത്ത് വാങ്ങിക്കുന്നത്. ഞാൻ തൈക്കൾ വാങ്ങിക്കാറാണ് പതിവ്. ഇവിടെ നഴ്സറിയിൽ പോയി നമുക്ക് നല്ല തൈക്കൾ കിട്ടുന്ന നഴ്സറി എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവിടെ പോയി തൈക്കളൊക്കെ വാങ്ങിച്ചിട്ട് നട്ട് പിടിപ്പിക്കാറാണ് പതിവ്. അപ്പോൾ ഇത് നമ്മുടെ തിത്തോണിയ, ഇതുകൊണ്ട് നമ്മുടെ മിനിയേച്ചർ സൂര്യകാന്തി ഓറഞ്ച് കളറിലുള്ളത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലവറാണത്. നല്ല വലിയ പൂവും പിന്നെ നല്ല കളർഫുള്ളും ആണല്ലോ. വീട് നല്ല കളർഫുള്ളാക്കാൻ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ അത് വീടിൻ്റെ ഫ്രണ്ടിൽ മാത്രമല്ല, നമുക്ക് പച്ചക്കറി വെക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ടും ഇങ്ങനത്തെ ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട്
ഫ്ലവേഴ്സും ഉണ്ടാവും, പച്ചക്കറി നന്നായിട്ടുണ്ടാവും എന്ന് അറിയാലോ. പലരും പറഞ്ഞതും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കുറേശ്ശെ ഇന്ന് പാകണം, മുളപ്പിക്കണം, അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കും എനിക്കിതിനെക്കുറിച്ചൊന്നും വേറെ നല്ലതാണോ ചീത്തയാണോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ വിത്ത് വാങ്ങിച്ചിട്ട് പാകി മുളപ്പിച്ചിട്ട് എങ്ങനെ മുളയ്ക്കോ മുളയ്ക്കില്ലേ എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഇത് പാകാനായിട്ട് പോവാം. അപ്പം നമുക്ക് ഈ പാക്കറ്റിലത്തെ വിത്തെടുത്ത് നമുക്കൊന്ന് നട്ട് നോക്കാം, പാകി നോക്കാം നമുക്ക്. ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മാരിഗോൾഡാണ്. അതിനായിട്ടൊരു ജസ്റ്റ് ഒരു പോട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. മണ്ണിൽ കുറച്ച് വളമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെയാണ്, നമ്മുടെ കമ്പോസ്റ്റൊക്കെയാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് ഇതുപോലെ ചെടികൾ നടണൊക്കെ എന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ എടുക്കാം, നമുക്ക് നോക്കാം. ഇന്ന് ആദ്യമായിട്ടുള്ള നമ്മുടെ വിത്ത് ഉദ്ഘാടനം എങ്ങനെയുണ്ട്, നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരിഗോൾഡാണ് ഞാൻ നടാൻ പോകുന്നത്. പാവാണ് വിത്ത്, അധികമൊന്നുമില്ല, ഒരു 10-20 വിത്തേ ഉള്ളൂ. ഞാനതിങ്ങനെ നന്നായി മുളച്ച് വരണം, എന്നിട്ട് നമുക്കത് പറിച്ച് നടാനായിട്ട് പറ്റുള്ളൂ. അപ്പം മാരിഗോൾഡ് ഞാൻ ഇതിൽ നട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം എല്ലാ വിത്തും ഒരുമിച്ച് പാകിയതിന് ശേഷം വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് മാരിഗോൾഡ് നട്ടിട്ടുണ്ട്. ഇത് പാവിയതിന് ശേഷം നമുക്കിത് പിന്നെ വെയിലത്തേക്ക് വെക്കണം. ഇനി അടുത്തതിൽ നമ്മുടെ കോസ്മോസാണ്. കോസ്മോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ പറയും മാങ്ങനാറിപ്പൂ എന്ന് പറയും. പക്ഷേ നല്ല ഭംഗിയാണ് അതിങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കണ കാണാൻ. ഇത് കോസ്മോസ് അല്ല, ഇത് തിത്തോണിയാണ് കേട്ടോ. തിത്തോണിയ പൂവാണ്. വിത്ത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് നമ്മുടെ മിനിയേച്ചർ സൂര്യകാന്തി. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ അത് നമുക്കൊന്നുകൂടെ പാവി കൊടുക്കാം. ഇതും ഇങ്ങനെ പാവി കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വെക്കാനത് മറ്റേ ബിറ്റർ ഗാർഡാണ്, കയ്പക്കുരുവാണ്. അപ്പം ഞാൻ കയ്പക്കുരു ആയതുകൊണ്ട് നമുക്കിത് വലിയ സ്പേസസ് ആയിട്ടുള്ള ചട്ടി വേണമെന്നില്ല, ആഴമുള്ള ചട്ടിയാണ് കുറച്ച് വേണ്ടത്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് ഇത് ഞാൻ നനയ്ക്കാനൊന്നും നിന്നില്ല, കാരണം കണ്ടിട്ട് നല്ലൊരു വിത്താണെന്ന് തോന്നുന്നു. നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് മുകളിലേക്ക് വരേണ്ടത്. നമുക്കത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അഞ്ച് വിത്തേ ഉള്ളൂ, അപ്പോൾ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ബിറ്റർ ഗാർഡും നമ്മൾ കുഴിച്ചിട്ടുണ്ട്, ഇതുപോലെ അങ്ങ് വരിക. ഇപ്പം അതൊക്കെ അങ്ങ് മണ്ണിട്ട് കൊടുത്താൽ മതി. കല്ലൊന്നും ഉണ്ടാവാൻ പാടില്ല, കല്ലുണ്ടെങ്കിൽ അത് കളയണം. ഇങ്ങനെ മണ്ണിട്ടിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാണ് ഇത് നമ്മുടെ ടിൻ്റെയാണ്. ടിൻ്റ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുമോ എന്നറിയില്ല, ഞാൻ വിത്ത് വാങ്ങിച്ചു. ഇതൊരു പരീക്ഷണമാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളരിക്കയുടെ ഒക്കെ പോലെയാണ് ഇതിൻ്റെ വിത്തിൻ്റെ ഷേപ്പ്. വെള്ളരിക്കയുടെ വിത്ത് വളരെ ചെറുതായിരിക്കുമല്ലോ, അപ്പോൾ ആ ഷേപ്പാണ് ഇതിൽ ഉള്ളത്. കുത്തി കൊടുത്തിട്ടുണ്ട്. അതൊരു ക്രീപ്പർ പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈവൻ പ്ലാന്റ് പോലും കണ്ടിട്ടില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ അതിൻ്റെ പച്ചക്കറി കറി വെച്ച് കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ.
ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണുണ്ടോ. പിന്നെ ഇത് പീച്ചിങ്ങയാണ്. എല്ലാത്തിൻ്റെയും ഒരു 5 വിത്ത് വീതമാണ് അവർ തന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ 4 വിത്തേ ഉള്ളൂ. അതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. വിത്ത് ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കോസ്മോസാണ്. കോസ്മോസിൻ്റെ ഇത് നമ്മൾ മാങ്ങനാറി എന്ന് പറയുന്നതാണ്. സാധാരണ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഒരു ചെടിയാണിത്. നല്ല ഹൈറ്റിൽ പോവും, പക്ഷേ നല്ല കളർഫുൾ പ്ലാന്റ്സ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ പാവി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പാവി കൊടുക്കണതിന് നമ്മൾ കുറച്ചൊന്ന് മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. മറ്റുള്ളതിനെ വിത്ത് നമ്മൾ കുഴിച്ചിട്ട് കൊടുക്കണം, കാരണം അതിൽ തന്നെ മണ്ണ് കുഴിയൊന്ന് ജസ്റ്റ് ഒന്ന് നികത്തിയാൽ മതി. പക്ഷെ ഇങ്ങനെ പാവി കൊടുക്കുന്നതിന് നമ്മൾ മണ്ണൊന്ന് ജസ്റ്റ് കുഴിച്ച് ഇങ്ങനെ വെതറി കൊടുക്കുക, ലൂസായിട്ടുള്ള മണ്ണൊക്കെ വളരെ കനം കുറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഒരു സപ്പോർട്ട് കിട്ടും, അത് മുളച്ച് വരാൻ എളുപ്പമായിരിക്കും. അതിനായിട്ട് ഞാൻ കുറച്ച് മണ്ണ്, നല്ല പൊടി പോലത്തെ മണ്ണാണത്. അപ്പോൾ നല്ല പൊടി പോലത്തെ മണ്ണാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിത്തൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പാകി കൊടുക്കുകയാണ് ചെയ്യുക. ഒരു ലെയർ അത്രമാത്രം മതി. അപ്പോൾ ഇങ്ങനെ പാവി കൊടുത്ത് വിത്തൊക്കെ കവേർഡായി. അതുപോലെ തന്നെ ഇതിന് നമുക്കങ്ങനെ ചെയ്യണം. ജസ്റ്റ് ഒരു ലെയർ മണ്ണ് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങ് നന്നായി വന്നു. ഇത് നമ്മുടെ പിത്തോണിയുടെ സീഡാണ്. അത് നമ്മളിങ്ങനെ വിത്ത് പാവി ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് വിത്ത് തിത്തോണിയുടെയും അതായത് സൂര്യകാന്തിയുടെയും ഇതിൻ്റെയൊക്കെ വിത്ത് പാവിയതിന് ശേഷം നമ്മൾ മണ്ണ് അതിൻ്റെ മുകളിലേക്കിടെ കുറച്ചൊന്ന് ഇതുപോലെ പാവി കൊടുത്ത് ഇതങ്ങനെ വെയിലത്ത് കൊണ്ടുവച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ, മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ അത് മുളയ്ക്കും. നല്ല വിത്താണെങ്കിൽ എന്തായാലും മുളയ്ക്കും. സാധാരണ പറയാം 3-ാം ദിവസം മുളയ്ക്കും എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ടിനായിട്ട് ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. നമ്മുടെ ടോമിക്കുട്ടനാണ്. ടോമിക്കുട്ടൻ ഇതൊക്കെ കാഴ്ചയായിട്ട് ഇരിക്കുകയാണ്. മാഗി അവിടെ ഞാൻ കെട്ടിയിട്ടിരിക്കുക മാഗീനെ. അപ്പോൾ ടോമി ഭയങ്കര ഹാപ്പിയാണ്. അവനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതിന്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് കാത്തിരിക്കാം. ഇത് മുളച്ച് കഴിഞ്ഞാൽ ഞാനതിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ മുളച്ചിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.